ധന്യമേ ജീവിതം പതിവായി കാണുന്നവർക്ക് നമസ്കാരം. എല്ലാ മനുഷ്യരെയും ബാധിക്കുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് പറയുന്നത്. വികൃതി കാട്ടി ഓടി നടക്കുന്ന കുട്ടി മുറ്റത്ത് വീണു, പരിക്ക് പറ്റി, ചോര പൊടിഞ്ഞു, കരച്ചിൽ നിർത്തുന്നില്ല. അപ്പൊ അമ്മ ഒരു വടി എടുത്തിട്ട് എവിടെ വീണ് ആ സ്ഥലത്ത് അങ്ങോട്ട് അടിയടി. നിന്റെ കുട്ടിയെ നീ വീഴ്ത്തിയിട്ടൂലേ? കുറ്റം ഭൂമിദേവിക്ക്. ആ ഭൂമിയിൽ ഒരടി അടിക്കുമ്പോൾ ഈ കുട്ടിയുടെ നിലവിളി പകുതിയായി കുറഞ്ഞു. ആ ഭൂമിയിൽ 5 അടി അടിച്ചപ്പോഴേക്കും കരച്ചിൽ നിർത്തി. എന്തേ സംഭവിച്ചത്? ഒരു കാര്യം കുട്ടി പഠിച്ചു വെച്ചു: കുറ്റം തന്നിൽ അല്ല. ഏതൊരു സാഹചര്യം വന്നാലും ആരെങ്കിലും പറയാറുണ്ടോ എനിക്ക് അബദ്ധം പറ്റിയെന്ന്? ഉടനെ കുറ്റം വേറൊരാളുടെ കയ്യിൽ. ഒരു ജോലിക്കാരൻ, മടിയനായ ജോലിക്കാരൻ, അവന്റെ ജോലി ചെയ്യുന്ന ടൂൾസ്, ഉപകരണങ്ങള് കുറ്റം പറയും, പണിയിൽ മോശമായ. ഈ പിച്ചാത്തി നന്നല്ല, ഒട്ടും മൂച്ചല്ലാത്ത പിച്ചാത്തി. കുടുവാള് നന്നല്ല, കൈക്കോട്ട് നന്നല്ല, ഓടിക്കുന്ന വണ്ടി പഴയതാണ്. കുറ്റം വേറൊന്നിൽ ചാർത്തി നമുക്ക് ശീലമായി. ഇതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ, ചില എംപ്ലോയർമാര്, തൊഴിലുടമ, ജോലിക്കാരുണ്ടാവും, ശമ്പളം പറ്റുന്നവരുണ്ടാവും, അവര് ഉത്തരവാദിത്തത്തോടു കൂടി അവരുടെ ഡ്യൂട്ടി ചെയ്യാത്തോണ്ട് ഇയാള് ബുദ്ധിമുട്ടും. അയാള് പറയും, തൊഴിലുടമ പറയും, അവർക്ക് എന്തെങ്കിലും ഒരു കാരണം പറയാണ്ടാവും. എന്ത് സംഭവിച്ചാലും നമുക്കൊരു കാരണം പറയാണ്ടാവും. ആരെങ്കിലും എനിക്ക് പറ്റിയ അബദ്ധാന്ന് പറഞ്ഞിട്ടുണ്ടോ? എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് ഒരാളും പറയില്ല. ബാല്യം മുതൽക്കേ നമ്മളുടെ മനസ്സിന്റെ സംവിധാനം അങ്ങനെയാണ്. പ്രസംഗം മോശമാണെങ്കിൽ എന്താ പറയാ? മൈക്ക് ശരിയായില്ല. ഞാൻ പറയാറുണ്ട്, പറഞ്ഞിട്ടുമുണ്ട്. എന്തോ പറ്റിയില്ല എനിക്ക് തോന്നി, ആളുകൾ ശ്രദ്ധിച്ചില്ല, അവിടുത്തെ മൈക്ക് നേരെ അല്ല. മൈക്ക് നേരെ അല്ലാത്തത് സ്ഥലങ്ങളുണ്ട്, എക്കോ ഉള്ള, പ്രതിധ്വനിയുള്ള ആളുകളുണ്ട്. ഇതൊക്കെ ആണെങ്കിലും വളരെ പെട്ടെന്ന് കുറ്റം വേറൊരാൾ തള്ളിവിടും. നമ്മളുടെ ജനാധിപത്യ വ്യവസ്ഥയിൽ അങ്ങനെയാണല്ലോ. ഞാനെന്താ ചെയ്യാ? എന്റെ കുറ്റമല്ല. ഇതിന്ന് പണ്ടൊരു രാജാവ് ഒരിടത്തിരിക്കുമ്പോ മട്ടുപ്പാവില് പ്രകൃതിയെ നോക്കി ഇരിക്കുക. ആ പ്രകൃതിയെ നോക്കിയിരിക്കുന്ന സമയത്ത് ഗേറ്റിന്റെ അടുത്തൊരു യാചകൻ വന്നു. യാചകനെ കണ്ടതേ ഇഷ്ടമായില്ല. അങ്ങോട്ടോ തിരിഞ്ഞു. അവിടെയുള്ള ഏതോ ഒരു ഇരുമ്പ് സാധനത്തിൽ കൊണ്ടിട്ട് കൈവിരൽ മുറിഞ്ഞു. കനത്ത വേദനവും. ഈ വിവരമൊന്നും അറിയാതെ യാചകൻ അടുത്തേക്ക് വന്നു, എന്തെങ്കിലും തരണേന്നും പറഞ്ഞിട്ട്. വേദനയുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. അവിടെ മന്ത്രിയെ വിളിച്ചു. രാവിലെ തന്നെ ശകനം കണ്ടത്
ഈ യാചകനെ അവന്റെ തലകണ്ട് വെട്ടിക്കളാ. അതുകൊണ്ടാണ് എനിക്കിതൊക്കെ പറ്റിയത്. നമ്മളൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. ഇങ്ങനെ അല്ലെങ്കിൽ വേറെ രീതിയിൽ പറയാറുണ്ട് കേട്ടോ. രാവിലെ ചായ ഉണ്ടാക്കാൻ നോക്കിയപ്പോ തീപ്പെട്ടിക്കുള്ളി ഒക്കെ നനഞ്ഞിരിക്കണം, കുറച്ചാൽ ശരിയാവുന്നില്ല. ഈ രീതിയിൽ നമ്മൾ പറയാറുണ്ട്. തീപ്പെട്ടിയെ കുറ്റം പറഞ്ഞു, പാത്രത്തിനെ കുറ്റം പറഞ്ഞു. ഇന്നാളെ ശകനം കണ്ടതേ അബദ്ധമാണ്, അയാൾ നെഗറ്റീവാണ്. തലവെട്ടും തീർച്ചയായപ്പോ യാചകം പറഞ്ഞു, ഇന്ന് രാവിലെ ഞാൻ ആദ്യമായിട്ടാണ് യാചിക്കാൻ വരുന്നത്. ഞാൻ ശകനം കണ്ടിരിക്കുന്ന രാജാവിനെയാണ്. രാജാവിനെ ശകനം കണ്ടപ്പോ എനിക്ക് എന്റെ ശിരസ്സാണ് നഷ്ടപ്പെട്ടത്. ഈ വരികൾ രാജാവിന്റെ കണ്ണ് തുറപ്പിച്ചു. യാചകം പറയുന്നതിലും കാര്യമില്ലേ? നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലെ പിറകോട്ട് തിരിയുമ്പോൾ എന്ത് കാര്യം പറയുമ്പോഴും പറയും, അപ്പോഴേക്കാണ് ശങ്കരൻകുട്ടി കയറി വന്നത്. അവൻ കയറി വന്നാലേ അബദ്ധം. എന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു, എന്റെ കുറ്റമല്ല. കാരണം എന്താ? ഡൈവേഴ്സ് കേസിന് ശേഷം ചില വിവാഹ പരസ്യങ്ങൾ കാണാം. തന്റേതല്ലാത്ത കാരണങ്ങളാൽ വിവാഹമോചനം നേടിയ വ്യക്തിയാണ്. തന്റേതായ കാരണത്താൽ എന്ന് ഒരാൾ ഇന്നേവരെ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയണമെന്നല്ല, പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ അന്യരെ കുറ്റപ്പെടുത്തണം എന്നല്ല പറയുന്നത്. തത്വചിന്ത നമ്മളെ പഠിപ്പിക്കുന്നത് കുറ്റം അവനവനിൽ കണ്ട് ശീലിക്കണം. അവനവനിൽ കണ്ട് ശീലിക്കുമ്പോഴാണ് നമുക്ക് പുരോഗതി ഉണ്ടാവുക. നമ്മളൊരിടത്ത് ചെന്നു, സദസ്സിലുള്ളവരൊക്കെ എണീറ്റ് പോയി. സദസ്സ് മോശമാണ്. അവരെ ആകർഷിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. ഏതൊരു കാര്യത്തിലും എന്റെ യോഗം അതാണ്. അങ്ങനെ പറഞ്ഞ് ശീലിക്കണം. അങ്ങനെ പറഞ്ഞ് ശീലിക്കുന്നവരും ചിന്തിക്കുന്നവരും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ട്. ഈ പറയുന്നതൊക്കെ തത്വചിന്തയാണേ. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ ഒരാളും ഇല്ല. എല്ലാവരും വേറെ ആളെ കുറ്റം പറയും. അല്ല, ഒരു തവണ ജയിലില് വളരെ കൊല്ലം തടവ് ശിക്ഷ കഴിഞ്ഞു വന്നിട്ട് കൊലക്കേസിലെ പ്രതിയാണ്. ആ പ്രതിയായ വ്യക്തി വളരെ പക്വതയോടെ പെരുമാറുകയും ഞാൻ അവിവാഹിതനായിരിക്കുന്ന കാലത്ത് പുരുഷന്മാർ താമസിക്കുന്ന ലോഡ്ജിൽ വെപ്പുകാരനായിട്ട് വന്നു. എല്ലാവരും വിളിക്കുക കാരണവർ എന്നാണ്. കൊലക്കേസിലെ പ്രതിയാണെങ്കിൽ ശരി, വളരെ നല്ല പെരുമാറ്റമായിരുന്നു അദ്ദേഹത്തിന്. സ്വന്തം ജീവിത കഥയും പറയുമ്പോൾ ഒരു കാരണവശാലും വേറൊരാളെ കുറ്റം പറയില്ല. അങ്ങനെ പറ്റിപ്പോയി. ഇതേ പറയുള്ളൂ. എന്റെ കുറ്റമല്ലേ? ഇന്ന് ആ സമയത്ത് ഞാൻ മനഃപൂർവ്വമല്ല. നമ്മളെ സ്നേഹിക്കുന്നതിന് ചിലപ്പോൾ നമ്മുടെ ഭാഗം പറയും. പക്ഷെ അവനവനിലേക്ക് തിരിയുമ്പോഴാണ് തത്വചിന്താപരമായ പുരോഗതി ഉണ്ടാവുക എന്ന് ചിന്തിച്ച് വാക്കുകൾ വെക്കുമ്പോഴേക്കുന്നു.